എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ ടേസ്റ്റി ആയിട്ടും എളുപ്പത്തിലും ചെറുപയറും മത്തങ്ങയും കൊണ്ട് വളരെ രുചികരമായിട്ടുള്ള നാടൻ എരിശ്ശേരി വീഡിയോ ആണ്. നമ്മൾ ഈ എരിശ്ശേരി തയ്യാറാക്കി എടുക്കുമ്പോൾ ഇതിലേക്ക് കൂടുതലായിട്ടും വൻപയർ ചേർത്തിട്ടാണ് ഇതുവരെയും തയ്യാറാക്കിയിട്ടുള്ളത്. ഇനി നിങ്ങൾ ഇതുപോലൊരു എരിശ്ശേരി ഇതുവരെയും തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ നമ്മുടെ ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഒന്ന് തയ്യാറാക്കി നോക്കണേ. അതുപോലെ തന്നെ നമ്മൾ ഈ കറിയിലേക്ക് ചേർക്കുന്ന താളിപ്പിനും ഒരു പ്രത്യേകത കൂടിയുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയും എൻ്റെ കൂട്ടുകാർക്ക് വളരെ തന്നെ ഇഷ്ടമാകുന്ന നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കിയാലോ. മത്തങ്ങ എരിശ്ശേരി തയ്യാറാക്കാനും വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കിലോ മത്തൻ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ തോലെല്ലാം ഒന്ന് കട്ട് ചെയ്ത് മാറ്റി വൃത്തിയാക്കി എടുത്തിട്ട് വയ്ക്കാം. ആ സമയം കൊണ്ട് നമുക്കിതിന് വേണ്ടിയിട്ടുള്ള ചെറുപയറൊന്ന് വേവിച്ചെടുക്കാം. ഞാനിവിടെ ഒരു 1/2 കപ്പ് അളവിലാണ് ചെറുപയർ എടുത്തിട്ടുള്ളത്. നമ്മളിന്ന് തയ്യാറാക്കുന്ന എരിശ്ശേരിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എപ്പോഴും വൻപയർ ചേർത്താണ് തയ്യാറാക്കാറുള്ളത്. ഇന്ന് ഞാനിവിടെ ചെറുപയർ വെച്ചിട്ടാണ് തയ്യാറാക്കുന്നത്. ഇനി പയർ നല്ലതുപോലെ ഒന്ന് കഴുകിയെടുത്തിട്ട് വരാം. ഇനി ഒരു കുക്കർ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇനി കുക്കറിലേക്ക് നമ്മൾ കഴുകിയെടുത്തിട്ടുള്ള പയറൊന്നിട്ട് കൊടുക്കണം. ഇനി ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തിട്ട് പയറൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. പയർ ഇവിടെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇങ്ങനെ ചെയ്യുന്നത് പയറിൻ്റെ ആ ഒരു പച്ച ചുവയ്ക്കൊന്ന് പോയി കിട്ടുന്നതിനായിട്ടാണ്. 2 മിനിറ്റ് നേരമാണ് കേട്ടോ ചെറിയ തീയിലിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് വെന്ത് വരാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി പയർ മൂടി വെച്ച് വേവിച്ചെടുക്കാം. പയർ വെന്ത് വരുന്ന സമയം കൊണ്ട് നാളികേരക്കൂട്ടൊന്ന് അരച്ചെടുക്കണം. 3 വിസിലിന് ശേഷം ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. നമുക്കധികം പയറിനെ വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഈ സമയത്ത് അരമുറി നാളികേരവും 2 വെളുത്തുള്ളി അല്ലിയും 1 നുള്ളു ജീരകവും 2 ചുവന്നുള്ളിയും കുറച്ച് കറിവേപ്പിലയും പച്ചമുളകും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ച് വയ്ക്കണം. അതുപോലെ തന്നെ 1 പിടി നാളികേരം ഒന്ന് നമുക്ക് മാറ്റി വയ്ക്കണം. ഇത്രയും കാര്യങ്ങൾ നമുക്കൊന്ന് എല്ലാം കൂട്ടിച്ചേർത്തൊന്ന് അരച്ചെടുക്കണം. അങ്ങനെ നമ്മുടെ പയറിൻ്റെ വേറെല്ലാം പോയി വന്നിട്ടുണ്ട്. നമുക്ക് മൂടി തുറന്ന് നോക്കാം. ഈ ഒരു രീതിയിൽ പയർ വെന്തും വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മത്തൻ കഷ്ണങ്ങളാണ് ചേർക്കേണ്ടത്. ഇതിലേക്കൊരു 5 പച്ചമുളക് ചേർക്കാം. 3/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കണം. ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പും കൂടി ചേർത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. വീണ്ടും മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഒരു 2 വിസിൽ മാത്രം അടുപ്പിച്ചെടുത്താൽ മതിയാകും. ഒരു 2 വിസിലിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ സമയം കൊണ്ട് ഇതിലേക്ക് ആവശ്യമായ താളിപ്പ് കൂടെ നമുക്ക് ചെയ്ത് വെക്കാം. താളിപ്പ് ചെയ്തെടുക്കാനും വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി പാൻ ഒന്ന് ചൂടായി വരട്ടെ. പാൻ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് താളിപ്പിന് ആവശ്യമായ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് 1/2 സ്പൂൺ കടുക് ചേർക്കാം. കടുക് ഇവിടെ നന്നായിട്ട് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് 1 സ്പൂൺ കുത്തരിയും കൂടി എടുത്ത് വയ്ക്കാം. കടുകെല്ലാം പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതിലേക്ക് അരി ചേർത്ത് കൊടുക്കാം. ഇളക്കി യോജിപ്പിക്കാം. അരിയെല്ലാം മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 5-6 കൊച്ചുള്ളി വട്ടത്തിൽ കട്ട് ചെയ്തതാണ് ചേർക്കേണ്ടത്. കൊച്ചുള്ളിയും കൂടി ചേർത്ത് ഒന്നുകൂടെ വഴറ്റിയെടുക്കാം. ഉള്ളി ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള 1 പിടി നാളികേരം ഇതിലേക്ക് ചേർക്കാം. നല്ലപോലെ ഒന്ന് മുരിയിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് കറിവേപ്പിലയും വറ്റൽമുളകും ചേർക്കണം. ഇതെല്ലാം മുരിഞ്ഞ് കിട്ടുന്നത് വരെയും നമുക്കൊന്ന് ഇളക്കി കൊടുത്ത് വേണം മുരിയിച്ചെടുക്കാനായിട്ട്. തേങ്ങ കഷ്ണങ്ങൾ വേവിച്ച കുക്കറൊന്ന് തുറക്കുന്നു നോക്കാം. നമുക്ക് ഈ കഷ്ണങ്ങളൊന്ന് ഇളക്കിയും കൂടെ നോക്കാം. മത്തൻ കഷ്ണങ്ങളും പയറും ഒക്കെ നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് കഷ്ണങ്ങൾക്ക് ഉപ്പുണ്ടോ എന്ന് നോക്കാം. ഇല്ലെങ്കിൽ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാം. നമ്മളിപ്പോൾ മത്തങ്ങയുടെ തോലൊന്നും കളയാതെയാണ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. നിങ്ങൾക്ക് തോല് എടുക്കാൻ ഇഷ്ടമില്ലെങ്കിൽ ഒഴിവാക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നാളികേരം അരച്ച അരപ്പ് കൂടെ ഒഴിച്ചു കൊടുക്കാം. അരപ്പ് ഒഴിച്ചു കൊടുക്കാം. ഇനി മിക്സിയുടെ ജാറിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഇതിലേക്ക് തന്നെ ചേർക്കാം. വെള്ളം ഒഴിച്ചു കൊടുക്കുവാണ്. ഒന്നും കൂടെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ചെറിയതായിട്ടൊന്ന് കറിയൊന്ന് ചൂടാക്കിയും കൂടി എടുക്കണം. ഈ സമയത്ത് നമ്മുടെ വറവ് ഇവിടെ മുരിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. ഒന്നും കൂടെ മുരിഞ്ഞ് വരണം. നല്ല ഗോൾഡൻ കളറിലേക്കായി വരണം. ആ സമയം വരെയാണ് നമുക്ക് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം 1 നുള്ള് കാശ്മീരി മുളക് പൊടി ചേർക്കാം. വീണ്ടും ഇതെല്ലാം കൂട്ടിച്ചേർത്തൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പം നമ്മുടെ വറവ് ഇവിടെ ഓക്കെയാണ്. ഇനി നമുക്ക് കറി ഒന്ന് ചൂടാക്കിയെടുക്കാം. കറി അടുപ്പത്തേക്ക് വീണ്ടും വെച്ചിട്ടുണ്ട്. ചൂടായാൽ മാത്രം മതി. കറി ചെറുതായിട്ടൊക്കെ ഒന്ന് തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് താളിപ്പ് കൂടെ ചേർക്കാം. നമുക്ക് ഇതെല്ലാം കൂട്ടിച്ചേർത്തൊന്ന് ഇളക്കി കൊടുക്കാം. വളരെ രുചികരമായിട്ടുള്ള
ചെറുപയർ, മത്തങ്ങ, എരിശ്ശേരി ഇവിടെ റെഡിയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളെല്ലാം കമൻസ് ആയിട്ട് അറിയിക്കാനും മറക്കരുത്. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ നാളെ ഓടിയെത്തുന്നതാണ്. അതുവരെയും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാരോടും ഒത്തിരി നന്ദി, സ്നേഹമൊക്കെ അറിയിച്ചുകൊണ്ട് നാളെ രാവിലെ ഓടിയെത്താം. അതുവരെയും ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാണാം.